കോട്ടയം തിരുവാതിക്കലിൽ നടന്ന മറ്റൊരു കൊലപാതകവും ഇന്ന് പുറത്തുവന്നു. ലഹരി ഇടപാടിനെ ചൊല്ലി നടന്ന കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് മുൻ കോൺഗ്രസ് കൗൺസിലർ അനിൽകുമാറും മകൻ അഭിജിത്തുമാണ്. പുതുപ്പള്ളി സ്വദേശി ആദർശിന്റെ ജീവനെടുക്കാൻ കൊലയാളികളെ പ്രേരിപ്പിച്ചത് എന്താണ്? കൊലയ്ക്ക് ശേഷം പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സഹിതം ആ സംഭവം പ്രേക്ഷകരോട് പറയും ശ്യാം പ്രസാദ് ഉത്തമൻ. തിരുവാതിക്കൽ സ്വദേശി അഭിജിത്തും പുതുപ്പള്ളി സ്വദേശി ആദർശും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അതൊരു വാക്കുതർക്കത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആ വാക്കുതർക്കമാണ് പിന്നീട് ഇന്നലെ രാത്രിയിലുണ്ടായ കൊലപാതകത്തിലേക്ക് നടന്നു നീങ്ങിയത്. ഈ കൊലപാതകം നടക്കുന്നത് രാത്രിയോടുകൂടി ആദർശ് തൻ്റെ വീട്ടിൽ നിന്നും അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതിനു മുന്നേ ഇവർ തമ്മിൽ ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട്. ആ ഫോൺ കോളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ രീതിയിൽ വഴക്കിടുന്നുണ്ട്. ആ വഴക്കിന് ശേഷമാണ് ആദർശ് തൻ്റെ സുഹൃത്തുമായിട്ട് കാറിൽ ഇവിടെ എത്തുകയും തുടർന്ന് അഭിജിത്തിനെ വിളിച്ചു വരുത്തുകയുമാണ്. അഭിജിത്തിനെ വിളിച്ചു വരുത്തുമ്പോൾ അഭിജിത്ത് കയ്യിൽ കത്തി കരുതുന്നുണ്ട്. ആ കത്തി ഉപയോഗിച്ചാണ് ആദർശിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. ഏതാണ്ട് 2:30-3 മണിക്കും ഇടയ്ക്കാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിയെ ചേർക്കപ്പെട്ടിരിക്കുന്ന പയ്യനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പുതുപ്പള്ളി സ്വദേശി ആദർശും ഒരു ഇരുചക്ര വാഹനം റെൻറ്റിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പണമിടപാട് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഈ ഒരു വൈരാഗ്യത്തിൽ കലാശിച്ച് ഒരു മരണത്തിലേക്ക് വന്നിരിക്കുന്നത്. വാക്കുതർക്കം കൂടിയപ്പോഴത്തേക്ക് അകത്തു നിന്നും കറിക്കത്തി എടുത്ത് ഈ പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശിനെ കുത്തി അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മരണപ്പെട്ടതിന് ശേഷം ഈ ബോഡി, മരിച്ചയാളുടെ ബോഡി ഈ ഇവിടുത്തെ പ്രതി എന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന പയ്യനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടെ തൊട്ട് സമീപത്തുള്ള കുളത്തിലേക്ക് മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ കോട്ടയം റൂട്ടിൽ നിരവധി ആൾക്കാർ, ഇരുചക്ര വാഹനക്കാർ, ഇതെപ്പോഴും യാത്രയുള്ള സ്ഥലമാണ്. മാർക്കറ്റിലേക്ക് പോകുന്ന ആരോ കണ്ടിട്ടാണ്, നമ്മളിവിടുന്ന് മനസ്സിലാക്കിയാണ്, ആരോ കണ്ടിട്ടാണ് ഈ ബോഡി കുളത്തിൽ മറവ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കപ്പെട്ടത്. അഭിജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കയ്യിലൊരു കത്തിയുമായിട്ടാണ്. ശേഷം ആദർശുമായിട്ട് കയ്യാങ്കളിയിൽ ഏർപ്പെടുകയാണ്. ഈ കയ്യാങ്കളിക്കിടയിൽ ആദർശിനെ 3 കുത്ത് കുത്തുന്നുണ്ട്. 1 കഴുത്തിനും 2 കുത്തുകൾ നെഞ്ചത്തുമായിട്ട്. ഈ കുത്ത് കിട്ടിയ ശേഷവും ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളി തുടർന്നു. പിന്നീട് ആദർശ് ഇക്കാണുന്ന ചതുപ്പിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ ആദർശിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് ആദർശിനെ ഈ ചതുപ്പിൽ നിന്ന് പുറത്തേക്കെടുത്തത്. ആ സമയം അഭിജിത്തിൻ്റെ അച്ഛൻ അനിൽകുമാറും ഈ ആദർശിനെ ഈ ചതുപ്പിൽ നിന്ന് എടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ആദർശ് മരണപ്പെടുന്നത്. ഈ കൊലപാതകം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി. അഭിജിത്തിനെയും അച്ഛൻ അനിൽകുമാറിനെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു അഭിജിത്ത് പോലീസിനോട് പറഞ്ഞത്. എന്നിട്ട് വീടിന്റെ അവിടെ വന്നു അച്ഛന് പങ്കുണ്ടോ? അല്ല, അറിയത്തില്ല. ഇവ പെട്ടെന്ന് വിളിച്ചു തന്നോ. കൊലപാതകം നടന്ന സ്ഥലത്തെ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിനെത്തി. അവിടെ വെച്ച് പ്രതി ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. പിന്നീട് നടന്ന സംഭവം അഭിജിത്ത് വിവരിക്കുകയും ചെയ്തു. ലഹരി ഇടപാടും വാഹന സംബന്ധവുമായുണ്ടായ പണത്തർക്കവുമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് അഭിജിത്തിനെ നയിച്ചത്. ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.